എന്റെ വൈഫാ പാർവതി. താരയോട് അവൾക്കെന്തോ സംസാരിക്കണമെന്ന്. താരയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അവളാ. ദാ ഒന്ന് സംസാരിക്കേ. എനിക്ക് ആരോട് സംസാരിക്കണ്ട. കേട്ടു നന്ദേട്ടാ, സാരമില്ല. ആ കുട്ടി കുറച്ചു നേരം സ്വസ്ഥമായി കിടക്കട്ടെ. രാവിലെ ആവുമ്പോ സങ്കടമൊക്കെ മാറും. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ഓക്കെ. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുടെ നടുവിലെ താരയെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു നിമിത്തമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ താരയെപ്പറ്റി ഇത്രയൊന്നും അറിയാൻ പറ്റില്ലായിരുന്നല്ലോ. അറിഞ്ഞാൽ തന്നെ സഹായിക്കാനുള്ള മനസ്സും കാണിച്ചെന്ന് വരില്ല. ഇനിയിപ്പോ എന്ത് സഹായവും താരയ്ക്കിനോട് ആവശ്യപ്പെടാം. മറ്റു പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യാം. ഒന്നും ഒരു തടസ്സമാവില്ല. പിന്നെ ഒരു കാര്യം അറിയണമെന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ താര ആരെയോ ഭയക്കുന്നുണ്ടെന്ന് തോന്നി. ബസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട് ഭയപ്പെട്ട ആളെ തന്നെ താര അബോധാവസ്ഥയിൽ എനിക്ക് കിട്ടിയ സ്ഥലത്ത് വെച്ചും ഞാൻ കണ്ടു. ആരായാള്? താര എന്തിനാ അയാളെ ഇത്രമാത്രം പേടിക്കുന്നത്? പ്ലീസ് പ്ലീസ്, ദയവേത് എന്നോടൊന്നും ചോദിക്കരുത്. സോറി. കിടന്നോളൂ. രാവിലെ വേണമെങ്കിൽ ഒരുമിച്ച് കോളേജിലേക്ക് പോവാം. ഞാനായിട്ടുണ്ടാക്കിയ പേരുദോഷം ഞാൻ തന്നെ മാറ്റിയെടുത്തു തരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മണിയോട് പറഞ്ഞാൽ മതി.